കാലം അതിൻ്റെ തൂലിക കൊണ്ട് ഹരിതഭൂമിയിൽ വീണ്ടും ഒരു ഇതിഹാസ കാവ്യം രചിച്ചിരിക്കുന്നു. 2026 ജൂൺ 16 ആ രാത്രി കാൻസാസ് സിറ്റി സ്റ്റേഡിയത്തിലെ പുൽത്തകിട് വെറുമൊരു കളിസ്ഥലമായിരുന്നില്ല, മറിച്ച് ലയണൽ മെസ്സി എന്ന മാന്ത്രികൻ തൻ്റെ കാലടികൾ കൊണ്ട് വിസ്മയം തീർത്ത ഒരു ക്യാൻവാസ് ആയിരുന്നു അത്. തൻ്റെ 200ാം അന്താരാഷ്ട്ര മത്സരത്തിൻ്റെ തലപ്പാവണിഞ്ഞ് 39ാം വയസ്സിൻ്റെ പക്വതയുമായി കളത്തിലേക്കിറങ്ങിയ ആ നീലക്കുപ്പായക്കാരൻ ലോകത്തിനു മുന്നിൽ കാത്തുവെച്ചത് സമാനതകളില്ലാത്ത ഒരു വസന്തമായിരുന്നു. ഗ്രൂപ്പ് ജെയിലെ ആദ്യ പോരാട്ടത്തിൽ അൾജീരിയക്കെതിരെ അർജന്റീന സർവാധിപത്യത്തോടെ ജയിച്ചു കയറുമ്പോൾ വിജയക്കുറി നെറ്റിയിൽ ചാർത്തത് ലയണൽ മെസ്സി. എതിർവലയിൽ 3 തവണ ബുള്ളറ്റ് ഷോട്ട് കണക്കെ പ്രഹരിച്ച് 39ാം വയസ്സിലും പോരാട്ട വീര്യം ഒട്ടും ചോർന്നിട്ടില്ലെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞു ലിയോ മെസ്സി. 5 തവണ ഇറങ്ങിയെങ്കിലും ലോകകപ്പിൽ താരത്തിന്റെ പേരിന് നേരെ ഇന്ന് വരെ ചേർക്കാൻ കഴിയാത്ത ഹാട്രിക് എന്ന അപൂർവ നേട്ടം സ്വന്തമാക്കാൻ ഇന്നത്തെ മത്സരം വരെ കാത്തിരിക്കേണ്ടി വന്നു. ഇത് വെറുമൊരു വിജയമായിരുന്നില്ല. കാൽപന്ത് കളിയുടെ ലോകത്ത് ഇനിയൊരു സിംഹാസനവും തനിക്ക് കീഴടക്കാനില്ലെങ്കിലും തൻ്റെ സാമ്രാജ്യം ഇനിയും സുരക്ഷിതമാണെന്ന് വിളംബരം ചെയ്യുന്നതായിരുന്നു ആ ഹാട്രിക്. യുഎസിൻ്റെ ആകാശത്ത് അന്ന് രാത്രി ഉദിച്ചുയർന്ന നക്ഷത്രങ്ങളെക്കാൾ തിളക്കമുണ്ടായിരുന്നു ലൂമൻ ഫീൽഡിലെ ആ 10ാം നമ്പറുകാരന്. ഫുട്ബോൾ ഉള്ളിടത്തോളം കാലം മരിക്കാത്ത ഒരു ഓർമ്മക്കൂടുകൂടി സമ്മാനിച്ച് ചരിത്രത്തിൻ്റെ സുവർണത്താളുകളിലേക്ക് നടന്നു നീങ്ങുന്ന മെസ്സിയെ നോക്കി കാലം വീണ്ടും മന്ത്രിച്ചു. രാജാവ് ഇപ്പോഴും സിംഹാസനത്തിൽ തന്നെയാണെന്ന്. മധ്യനിരയിൽ നിന്ന് റോഡിഗ്രോ ഡീപോൾ നൽകിയ പന്ത് സ്വീകരിക്കുമ്പോൾ മെസ്സിയുടെ മനസ്സിൽ ഒരു ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പോസ്റ്റിന് 25 വാര അകലിൽ നിന്ന് വായുവിൽ ഒരു സുന്ദരമായ വില്ല് പോലെ വളഞ്ഞിറങ്ങിയ ആ ഇടംകാലൻ ഷോട്ട് അൾജീരിയൻ ഗോൾ കീപ്പർ ലുക്കാസ് സിദാന്റെ വിരൽത്തുമ്പുകളെ ഭേദിച്ച് വലയുടെ വലതുമൂലയിലേക്ക് തുളച്ചു കയറി. ആ ഗോളോടെ ബ്രസീലിയൻ ഇതിഹാസം പെലെയുടെ ലോകകപ്പ് സംഭാവനകളുടെ റെക്കോർഡും പഴങ്കഥയായി. സ്റ്റേഡിയം ഒന്നടങ്കം മെസ്സി മെസ്സി വിളികളാൽ പ്രകമ്പനം കൊണ്ടു. നീലയും വെള്ളയും അണിഞ്ഞ ഗാലറി കടലിരമ്പം പോലെ ഇളകി മറഞ്ഞു. 2ാം മന്ത്രം അഥവാ 60ാം മിനിറ്റ്. 2ാം പകുതിയിലേക്ക് മാർക്ക് അലിസ്റ്ററിൻ്റെ ഒരു ലോങ് ഷോട്ട് സിദാൻ തട്ടിയകറ്റിയെങ്കിലും കാത്തിരുന്ന വേട്ടക്കാരനെ പോലെ മെസ്സി ആ പന്ത് പിടിച്ചെടുത്തു. ഒട്ടും പിഴക്കാത്ത ലക്ഷ്യബോധത്തോടെ അദ്ദേഹം പന്തിനെ വീണ്ടും വലയിലെത്തിച്ചു. ഒരു ലോകകപ്പ് വേദിയിൽ ലയണൽ മെസ്സി എന്ന ഇതിഹാസത്തിൻ്റെ ആദ്യ ഹാട്രിക് പിറന്ന നിമിഷം. കാൻസാസ് സിറ്റിയിലെ പുൽമൈതാനം ആ മാന്ത്രികന് മുന്നിൽ വീണ്ടും പ്രണമിച്ചു. സ്റ്റേഡിയം മുഴുവൻ ഒരൊറ്റ ശബ്ദമായി മാറിയ നിമിഷത്തിൽ 3ാം ഗോളും നേടി അദ്ദേഹം ചരിത്രത്തിലേക്ക് നടന്നു കയറി. ഈ 3 ഗോളുകളോടെ ജർമ്മനിയുടെ മിറോസ്ലാവ് ക്ലോസയുടെ ലോകകപ്പ് ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ ഗോളുകൾ അഥവാ 16 ഗോളുകൾ എന്ന റെക്കോർഡിനൊപ്പം മെസ്സി തൻ്റെ സിംഹാസനം പങ്കിട്ടു. പ്രായം കേവലം അക്കങ്ങൾ മാത്രമാണെന്നും കാലം എത്ര കഴിഞ്ഞാലും ആ ഇടംകാലിലെ മാന്ത്രികതയ്ക്ക് മങ്ങലേൽക്കില്ലെന്നും അർജന്റീനയുടെ രാജകുമാരൻ ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുന്നു. വിസിലടിച്ച് കളി അവസാനിക്കുമ്പോൾ സ്കോർ ബോർഡിൽ അർജന്റീന 3, അൾജീരിയ 0. കളിമുറ്റത്തെ ആ രാജാവിന് മുന്നിൽ വീണ്ടും ഒരു ലോകം പ്രണയത്തോടെ തലകുനിക്കുന്നു. ചില കളിക്കാർ ചരിത്രം വായിക്കുന്നു, മറ്റു ചിലർ ചരിത്രം തിരുത്തുന്നു. എന്നാൽ ലയണൽ മെസ്സി അദ്ദേഹം ചരിത്രത്തെ സ്വന്തം കാലുകൾ കൊണ്ട് എഴുതുകയാണ്. 2026ലും ആ കിരീടം കാത്തു സൂക്ഷിക്കാൻ താൻ സന്നദ്ധനാണെന്ന പ്രഖ്യാപനമായിരുന്നു ആ ഹാട്രിക്.